എല്ലാവർക്കും നമസ്കാരം. ഗാന്ധിയുടെ ആത്മകഥയെക്കുറിച്ച് ഇത്തരത്തിലൊരു ചർച്ച സംഘടിപ്പിച്ചതിന് സാഹിതിയെ ആദ്യമായിട്ട് സാഹിതി, അതുപോലെ തന്നെ കൽപ്പറ്റ ബാലകൃഷ്ണ മാഷ്ട പേരുള്ള സ്മാരക സമിതിയെയും ലിറ്റററി ഫോറത്തെയും ഒക്കെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം ഗാന്ധിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയിട്ട് നവജീവനിൽ പ്രസിദ്ധീകരിക്കുന്നത് 1925 ലാസ്റ്റാണ്. അങ്ങനെ തുടങ്ങിയിട്ട് അതിന് 100 വർഷം പിന്നിടുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈ കേരളത്തിലൊരു തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലമൊക്കെ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് ആരും ഒരു കാര്യമായിട്ടൊരു പരിപാടി സംഘടിപ്പിച്ച് കണ്ടില്ല? ഞാൻ കാണാത്തതുകൊണ്ടായിരിക്കാം ഞാനിത് പറയുന്നത്. പക്ഷെ എന്തായാലും ആ ഒരു സംഘടനയും, അതിപ്പോൾ ജനാധിപത്യ പാർട്ടികൾ മാത്രമല്ല, പുരോഗമന ജനാധിപത്യ സംഘടനകൾ, സാഹിത്യ സംഘടനകൾക്കൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ആരും ചെയ്ത് കണ്ടില്ല. അത് സാഹിതി ചെയ്തു എന്നുള്ളതാണ്, അല്ലാണ്ട് എന്നെ സംസാരിക്കാൻ വിളിച്ചു എന്നുള്ള അർത്ഥമല്ല. അത് ചെയ്തത് ഒരു വലിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ചർച്ചകൾക്കൊക്കെ വലിയ പ്രസക്തിയുണ്ട്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ദിശ ഇങ്ങനെ വല്ലാത്തൊരു രീതിയിലേക്ക്, ഒരു ഗാന്ധിയുടെ കാലഘട്ടത്തിൽ നിന്ന് മാത്രമല്ല, ഒരു നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ നിന്നും, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെയും ഒരുപക്ഷെ മൻമോഹൻ സിംഗിൻ്റെ അടക്കം കാലഘട്ടത്തിൽ നിന്നും മാറി മാറി വളരെയധികം അങ്ങേയറ്റം വിദ്വേഷത്തിൻ്റെതായ ഒരു കാലത്തേക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം മൊത്തത്തിൽ പ്രവേശിച്ചിരിക്കുക. അതിൽ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ ചെയ്യുന്ന പങ്ക് ഒട്ടും ചെറുതല്ല. അവർക്ക് എന്തും ഒരു എന്താ പറയുക, ഒരു വിനോദ പരിപാടിയായിട്ട് അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്നും സംഭവിച്ചില്ലെങ്കിലും അത്തരത്തിലുള്ളൊരു കഥ, ഒരു നാട്ടിലെ ഏതെങ്കിലും കേരളത്തിൻ്റെ ഒരു ഓണം കേറാൻ മൂലയിൽ നടന്നൊരു സംഭവം അതിലെടുത്ത് അങ്ങനെ പെരുപ്പിച്ച് കാണിച്ച് അത് രണ്ടു കൂട്ടരും തമ്മിൽ കൊമ്പ് കോർക്കണം എന്നാ പറയാം, പൊരിഞ്ഞ പോരാട്ടം, ഇങ്ങനെ കുറേ വാക്കുകളുണ്ടല്ലോ. അങ്ങനെയുള്ളൊരു മാധ്യമ പ്രവർത്തനത്തിൻ്റെയൊക്കെ കാലമാണ്. നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുടെ ശ്രദ്ധയിലും ഗാന്ധിയുടെ ഈ സത്യാന്വേഷണ പരീക്ഷണങ്ങളുടെ ഈ 100ാം വാർഷികം അവരുടെയും ശ്രദ്ധയിലധികം പെട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു വലിയൊരു ചർച്ചയ്ക്ക് വേണമെങ്കിൽ സാങ്കേതികമായിട്ട് അവർക്ക് പറയാം 27 പ്രസിദ്ധീകരിച്ചതെന്നൊക്കെ വേണമെങ്കിൽ പറയാം, 1ാം ഭാഗം, 29 2ാം ഭാഗം പ്രസിദ്ധീകരിച്ചതെന്നൊക്കെ പറയാം. പക്ഷേ എന്തായാലും ഇത്തരത്തിലുള്ള നമ്മുടെ ഒരു രാഷ്ട്രപിതാവിൻ്റെ ഒരു ആത്മകഥ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയതിൻ്റെ ഒരു വലിയ എന്താ പറയുക, ഒരു വിവരണം അല്ലെങ്കിൽ ഒരു വിശകലനം, ആ ആത്മകഥാപരമായ എഴുത്തിനെ കുറേ കൂടി ഗൗരവതരമായിട്ട് കാണേണ്ട ഒരു കാലമാണ്. ഞാൻ ഇന്നലെ ഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായതുകൊണ്ട് ഒരൊറ്റ വാചകം മാത്രം, ഞാൻ സാധാരണ ഫേസ്ബുക്കിൽ ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും ഇടുന്നതാണ്. ഇന്നലെ ഞാനിട്ട വാചകം ഗാന്ധിയുടെ ഈ സത്യാന്വേഷണ പരീക്ഷണങ്ങളിലുള്ള ഒരു വാചകമാണ്. ശരിയായ കണക്കുകൾ കൂടാതെ സത്യത്തെ അതിൻ്റെ പരിശുദ്ധിയോടെ സംരക്ഷിക്കുക എളുപ്പമല്ല. ശരിയായ കണക്കുകൾ കൂടാതെ സത്യത്തെ അതിൻ്റെ പരിശുദ്ധിയോടെ സംരക്ഷിക്കുക എളുപ്പമല്ല. ഈ പോസ്റ്റ് ഞാൻ ഇന്നലെ പുലർച്ചെ ഇട്ടിട്ട് ഇന്ന് ഈ നേരെ വരെ 19 ആൾ മാത്രമല്ല ലൈക്ക് ചെയ്ത്. അത് നോക്കാം. എൻ്റെ ഒരു ഇതിൽ കഴിഞ്ഞ ആഴ്ചയിടയ്ക്ക് ഞാൻ ഇട്ടായാലും 10-32 ഷെയറൊക്കെ ഉണ്ടായിരുന്നു. പലരും ഒരു 10 ഷെയറെങ്കിലും ആവറേജ് ഒക്കെ ഉണ്ടാവും പലതും. അല്ലാത്തത് ഞാൻ ഇടാറുണ്ട്, ഒരാൾക്കും താല്പര്യമില്ലാത്ത കാര്യങ്ങൾ. ഇതിൽ ഒരാളും ഷെയർ ചെയ്യാനില്ല. ആകെ 5 പേരാണ് ഇതിൽ കമൻറ്റ് ചെയ്തതിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ കവിത കൊണ്ടിടാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തതാണ്. അങ്ങനെയാണ് ഈ 5 കമൻറ്റ്. ഇത് നമ്മുടെ ഒരു പ്രശ്നത്തോടുള്ള മനുഷ്യരുടെ, കേരളീയരുടെ സമീപനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഈ ഗാന്ധിയുടെ ഈ ആത്മകഥ, ഗാന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ
തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കേണ്ടത്. ഇന്ന് അയോധ്യ ക്ഷേത്രമൊക്കെ വലിയ രീതിയിൽ അവിടെ പ്രാണപ്രതിഷ്ഠയൊക്കെ നടന്നൊരു കാലമാണ്. ഗാന്ധി ഒരിക്കൽ മാത്രമാണ് ഗാന്ധി RSSൻ്റെ ശാഖ സന്ദർശിച്ചത്, ആദ്യ അവസാനമായിട്ട് ഒറ്റത്. അപ്പോൾ അവിടെ ഗാന്ധി ചെന്നപ്പോൾ ഗാന്ധി ഇങ്ങനെ കണ്ടത് എന്ന് വെച്ചാൽ കുറേ ഹിന്ദു യോദ്ധാക്കളുടെ ചിത്രങ്ങളായിട്ട് ഇങ്ങനെ ചുമരുന്ന റാണ പ്രതാപ് സിംഗിൻ്റെ, ശിവജിയുടെ, ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ. അപ്പോൾ ഗാന്ധി ചോദിച്ചു, എന്തുകൊണ്ടാണ് രാമൻ്റെ ചിത്രം കാണുന്നില്ലോ? അപ്പോൾ സ്വയം സേവകൻ മറുപടി പറഞ്ഞു, രാമൻ വളരെ മൃദുലൻ, സ്ത്രൈണൻ, യുദ്ധവീരനല്ല, നായകനാവാൻ ഒട്ടും അനുയോജ്യനല്ല. ഇതാണ് അന്നത്തെ നമ്മുടെ ഗാന്ധിയോട് ഒരു സ്വയം സേവകൻ പറഞ്ഞു 1940. ഇന്ന് അതിൻ്റെ ചിത്രം മാറിയെന്ന് ഞാൻ കൂടുതൽ അങ്ങനെ പറഞ്ഞ് രാഷ്ട്രീയം പറയുന്നത് എനിക്ക് തോന്നുന്നത്, ഞാൻ അതിലേക്കൊന്നും തോന്നില്ല. ഗാന്ധിയെ വളരെ വലിയ തലത്തിൽ ഗാന്ധിയെ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സന്ദർഭം. ഞാൻ എൻ്റെ പുസ്തകം ഒരെണ്ണം ഞാൻ അടുത്ത കാലത്ത് എഴുതിയത് ഗാന്ധിയും അംബേദ്കറും തമ്മിലെ ഗാന്ധി എങ്ങനെയാണ് കാണേണ്ടത്, ഗാന്ധിയെ പലപ്പോഴും ചരിത്രത്തിൽ തെറ്റായ വായനകൾ നടത്തിയതിൻ്റെ ചില തിരുത്തലുകൾ, അങ്ങനെയാണ് ഞാൻ ഗാന്ധിയെ സമീപിക്കാൻ ശ്രമിച്ചിട്ടുള്ള പുസ്തകത്തിൽ. ഗാന്ധിയോടുള്ള പല വിമർശനങ്ങളും നമുക്കുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഗാന്ധിയെ ചരിത്രത്തിൽ വളരെ സൂക്ഷ്മമായി കാണേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം, ആ പ്രാധാന്യത്തിൽ ഊന്നിയാണ് ഞാൻ ആ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പുസ്തകത്തിലേക്ക് വരാം. ഈ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ പുസ്തകം ആദ്യമായിട്ട് മലയാളത്തിൽ അതിൻ്റെ ഒരു തർജ്ജമ വന്ന് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച മാധവനാരുടെ പുസ്തകമാണ്. ആ പുസ്തകം ഹിന്ദി പരിഭാഷയെ അടിസ്ഥാനമായിട്ടാണ് മലയാളത്തിലേക്ക് കൊണ്ടുവന്നത്. അതിലൊരുപാട് കുഴപ്പങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയിട്ടാണ് പിന്നീട് ഇരുമ്പയം ഒക്കെ ഇംഗ്ലീഷിൽ വീണ്ടും തർജ്ജമ ചെയ്യുമ്പോൾ ഇക്കാര്യമൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യാൻ ശ്രമിച്ച പുസ്തകം, മുമ്പ് മറ്റേ മാധവനാരുടെ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഫോളോ ചെയ്യാൻ ശ്രമിച്ചത് ഗുജറാത്തിയിൽ നിന്ന് നേരിട്ട് പരിഭാഷ നടത്തിയിട്ടുള്ള CP ഗംഗാധരൻ മാഷ്ടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന പുസ്തകം. അതിൻ്റെ ആമുഖം, അതിനൊരു അവതാരിക അഴീക്കോട് സാർ എഴുതുമ്പോൾ CP ഗംഗാധരൻ മാഷ് ഗ്രന്ഥകാരൻ, വിവർത്തകൻ അങ്ങനെയല്ല പേര് ഉദ്ദേശിച്ചതെന്ന് പറയുന്നുണ്ട്. സത്യാന്വേഷണ പ്രയോഗങ്ങൾ എന്ന് മാത്രമെന്നുള്ള രീതിയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഗാന്ധിയുടെ ഈ ആത്മകഥ വായിക്കുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഗാന്ധി ഒരിക്കലും ഒരു തികഞ്ഞ മനുഷ്യനാണെന്ന്, അല്ലെങ്കിൽ തൻ്റെ നിലപാടുകൾ നിങ്ങൾ അംഗീകരിച്ചു കൊള്ളണം എന്നുള്ള യാതൊരു പിടിവാശിയും ഗാന്ധിക്കില്ല. ഗാന്ധി ഒരു സന്ദർഭത്തിലും തൻ്റെ നിലപാടുകൾക്ക് വേണ്ടിയിട്ട് അത് തൻ്റെ അനുയായികൾ പിന്തുടരണം എന്നുള്ള രീതിയിൽ ഗാന്ധി ഒരിക്കലും അങ്ങനെ പറയാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗാന്ധിയുടെ ജനാധിപത്യം എന്ന് പറയുമ്പോൾ അത് വളരെ വലിയ തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഗാന്ധി ഒരിക്കലും തൻ്റെ നിലപാടുകൾ അങ്ങനെ അടിച്ചേൽപ്പിക്കുക എന്നുള്ള രീതിയിൽ ഒരിക്കലും ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെട്ടിട്ടില്ല. ഗാന്ധി പറഞ്ഞൊരു വാചകം ഞാനിവിടെ വായിക്കാം. മറ്റുള്ളവരുടെ വീക്ഷണങ്ങളെ ആദരിക്കുകയും അവയോട് സഹിഷ്ണുത പുലർത്തുകയും ചെയ്യുന്നതിലാണ് എൻ്റെ സത്യത്തോടുള്ള സ്നേഹം അന്വർത്ഥമാകുന്നത്. അതിനാൽ ഞാൻ വിനയസമേതം വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നു. സാമൂഹ്യ ജീവിതത്തിൽ എൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള എല്ലാ വാസനകളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. എവിടെയാണോ കൂട്ടായ പ്രവർത്തനം ആവശ്യമുള്ളത് അവിടെ എൻ്റെ അഭിപ്രായങ്ങൾ മുറുകെ പിടിക്കാതെ കൂട്ടായി പ്രവർത്തിക്കാനുള്ളവരുടെ പൊതു അഭിപ്രായങ്ങളെ ഞാൻ സ്വീകരിച്ച് മുന്നോട്ട് പോകും. ഇതാണ് ജനാധിപത്യത്തിൻ്റെ സത്യം. നിങ്ങൾക്ക് ഞാൻ വായിച്ചത് വളരെ വ്യക്തമായിട്ടുണ്ടാവും വിചാരിക്കും. ഗാന്ധി ജനാധിപത്യത്തെ വളരെ വിശാലമായ ഒരു മറ്റുള്ളവരുടെ വീക്ഷണത്തിൽ നിന്ന്, ഗാന്ധി അവസാന കാലത്തെ പ്രാർത്ഥനകളിലടക്കം പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ എങ്ങനെയാണോ ഇന്ത്യയിലെ ഹിന്ദുക്കളോട് പെരുമാറുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്, അതിൻ്റെ അപ്പുറം ഉള്ള ഒരു വലിയ ജനാധിപത്യ മാനവിക മാനങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നുള്ള രീതിയിലുള്ള ഒരു വാചകം ഗാന്ധി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ആത്മകഥയിൽ. അത് വളരെ മുന്നാണ് ഇത്തരത്തിലുള്ള ആളുകൾ
ഈ ഗാന്ധിയെ കൊല ചെയ്യപ്പെടുമെന്നുള്ള ഗൂഢാലോചനയൊക്കെ നടത്തുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് 1934 ഗാന്ധിനെ ആദ്യമായിട്ട് വധിക്കാൻ ശ്രമിക്കുന്നുണ്ട് ബോംബെയിൽ ഗാന്ധി കാറിൽ വരുന്ന സമയത്ത് ഗാന്ധിയെ ബോംബെറിഞ്ഞ് കൊല്ലാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഗാന്ധി തൊട്ട് ബാക്കിലെ കാറിലായതുകൊണ്ട് അത് നടന്നില്ല. ഒന്നാമത്തെ കാറിലുണ്ടായ 6 ആളുകൾക്കും വളരെ മാരകമായ പരിക്ക് പറ്റി ഉണ്ടായെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗാന്ധി അന്ന് മുതലേ തന്നെ ഗാന്ധിയുടെ ഒരു പ്രാർത്ഥനയുടെ ഒരു അംശം എന്ന് പറയുന്നത് എൻ്റെ ശത്രുക്കളോട് പോലും എനിക്ക് അങ്ങനെ വിദ്വേഷം തോന്നരുത് എന്നുള്ള രീതിയിലാണ് ഗാന്ധി അന്ന് മുതലേ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഗാന്ധി ഒരു വളരെ സവിശേഷമായ രീതിയിലാണ് ജനാധിപത്യത്തെ കാണുന്നത്, മാനവ സമൂഹത്തോടുള്ള തൻ്റെ പ്രതികരണങ്ങൾ കാണുന്നത്, ഗാന്ധിയുടെ സർവമത സമഭാവന രൂപപ്പെടുന്നതിനെ കുറിച്ചൊക്കെ ഗാന്ധിക്ക് വളരെ എന്താ പറയുക വളരെ 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 വിപുലമായ വായനയുടെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ താൻ അറിഞ്ഞ തൻ്റെ ഈ സത്യാന്വേഷണ പരീക്ഷണങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഗാന്ധി അത്തരത്തിലുള്ള ഒരു എന്താ പറയുക ജനാധിപത്യവും അതുപോലെ തന്നെ മത വിശ്വാസമൊക്കെ രൂപപ്പെടുത്തുന്നത്. ഗാന്ധിയുടെ ഈ പുസ്തകം വായിക്കുമ്പോൾ നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഗാന്ധി ആകെ മഹത്വവൽക്കരിക്കാനല്ലേ നോക്കുന്നത്. ഇന്ന് ആ പുസ്തകം വായിക്കുമ്പോൾ ഗാന്ധിയുടെ ആരോഗ്യ ചികിത്സയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഷാഠ്യങ്ങൾ നേരത്തെ കസ്തൂർബയോട് എന്താ പറയുക ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഭാര്യയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിൽ ഒക്കെ തന്നെ ഗാന്ധിക്ക് വലിയ പിഴവുകൾ പറ്റുന്നുണ്ടെന്നുള്ള കാര്യമൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമല്ല. ഗാന്ധി അത് ഒളിച്ചു വെക്കാൻ ഇഷ്ടപ്പെടുന്നുമില്ല. ഗാന്ധി അതിനൊക്കെ തന്നെ വളരെ സത്യസന്ധമായി വളരെ എന്താ പറയുക തൻ്റേതായ ഒരു പക്ഷത്ത് നിന്ന് തന്നെ അടക്കം നിരന്തരം വിമർശിച്ചുകൊണ്ട് ഒരു ഒട്ടും സിദ്ധാന്ത ശാഠ്യമില്ലാതെ അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള ശാഠ്യങ്ങളില്ലാതെ ഗാന്ധി കൃത്യമായിട്ട് ഒരു ജനാധിപത്യപരമായ ഒരു സമീപനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ശരിയായ തൻ്റെ മനസാക്ഷിയുടെ വിളി കേൾക്കുന്ന രീതിയിൽ ധാർമ്മികമായ ഒരു അനുഷ്ഠാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സത്യനിഷ്ഠയിലേക്ക് ഗാന്ധി എപ്പോഴും സഞ്ചരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതിൻ്റെ ഒരുപാട് അനുഭവങ്ങളാണ് ഈ ഇതിൻ്റെ ആദ്യാവസാനം കാണുന്നത്. അതുകൊണ്ട് ഗാന്ധിയെ നമ്മൾ ഒരിക്കലും ഗാന്ധിയെ വിമർശിക്കാൻ ഗാന്ധി തന്നെ നമ്മളോട് പറയുന്നുണ്ട്. ഗാന്ധിയെ വിമർശിക്കുന്നതിൽ നമ്മൾ ആരും എന്താ പറയുക യാതൊരു തരത്തിലുള്ളത് കാണണ്ട. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. അക്കാലത്തെ ഗാന്ധി വളർന്നു വന്നൊരു സമൂഹം എന്ന് പറയുന്നത് ഗാന്ധി ഇത്തരത്തിലുള്ള എന്താ പറയുക ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വളർന്നു വരികയും അങ്ങനെ വളർന്നു വരുമ്പോൾ തന്നെ ഗാന്ധിക്ക് വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടായി തീർന്നു എന്നുള്ളതാണ് അതിൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഗാന്ധി ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്കൊക്കെ അടിപ്പെട്ട് പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം. ഗാന്ധിയുടെ രതിലീലകളെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഗാന്ധി അത്തരത്തിലുള്ള കാമവികാരങ്ങൾക്ക് അടിപ്പെടാൻ പോകുന്നത്, ഗാന്ധി മാംസം കഴിച്ച് വീട്ടുകാരെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നത്, അമ്മയ്ക്ക് കൊടുത്ത പ്രതിജ്ഞ ലംഘിക്കുന്നതാണ് പ്രശ്നം. അല്ലാണ്ട് മാംസം കഴിക്കുന്നതിൽ തെറ്റ് ശരിയൊന്നുമല്ല ഞാൻ പറയുന്നിട്ടാ, അത് വേറെ കാര്യം. പക്ഷെ ഗാന്ധിക്ക് അന്നേരം അതുപോലെ തന്നെ ഗാന്ധി ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ ഉണ്ടാകുമ്പോൾ ഉള്ള സംഘർഷങ്ങൾ, അങ്ങനെ പല തരത്തിലുള്ള സംഘർഷങ്ങളിൽ നിന്ന് ഗാന്ധി ഒരിക്കൽ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ കപ്പിത്താൻ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് പോകുന്നതിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ, ഈ ഇത്തരത്തിലുള്ള സംഘർഷങ്ങളൊക്കെ ഗാന്ധി നേരിടുമ്പോഴും അങ്ങനെ നേരിട്ടിട്ട് ഗാന്ധി ഇങ്ങനെ ഒരു വലിയൊരു ധാർമ്മിക മനുഷ്യനായിട്ട് മാറി എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഒട്ടും അതിനുള്ള യാതൊരു സാഹചര്യങ്ങളുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അദ്ദേഹത്തിന് ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ വളർന്നു വന്ന സാഹചര്യം, അദ്ദേഹത്തിൻ്റെ പഠനത്തിലുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ ചെന്നപ്പോൾ അഭിമുഖീകരിച്ച സംഗതികൾ, ഇതിനോടെല്ലാം തന്നെ ചെല്ലുന്നിടത്തൊക്കെ തന്നെ ഗാന്ധിക്ക് പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും ഗാന്ധി വലിയൊരു ധാർമ്മിക മനുഷ്യനായി ഉയരുന്നതിന് അദ്ദേഹത്തെ സഹായിച്ച അത് അദ്ദേഹത്തിൻ്റെ അന്ന് കാലത്തെ ഉള്ളൊരു മതവിശ്വാസമാണ്, അല്ലെങ്കിൽ ദൈവികമായ വിശ്വാസത്തെ തന്നെയാണ് അദ്ദേഹം ഓരോ ഇഞ്ചിലും പറയുന്നത്. ഇന്നിപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വളരെ ഫൂളിഷായിട്ട് തോന്നും. പക്ഷെ അദ്ദേഹം തൻ്റെ ആത്മബലം ആർജിക്കുന്നത്, അദ്ദേഹം തൻ്റെ ഊർജം ആർജിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ദൃഢമായ വിശ്വാസത്തിൽ നിന്നാണ്. ഗാന്ധി ക്രിസ്തുമതത്തിലേക്ക് ഏതാണ്ട് എത്തിപ്പെടുന്നുള്ള രീതിയിൽ ഗാന്ധി കുറച്ചു കാലം കൊണ്ട് സഞ്ചരിച്ചു. അതുപോലെ തന്നെ അത് ഒരു സന്ദർഭത്തിലല്ല, പല സന്ദർഭത്തിലും അങ്ങനെയുണ്ട്. പക്ഷെ ഗാന്ധി അതിനെയൊക്കെ അതിജീവിച്ച് തൻ്റെ എന്താ പറയുക മതമാണ് കുറെ കൂടി
വിശാലമായ ജനാധിപത്യ ബോധവും ധാർമ്മികതയും ഉൾക്കൊള്ളുന്നെന്ന് ഗാന്ധിക്ക് തന്നെ തീരുമാനിക്കാനുള്ള ചില നിശ്ചയങ്ങളൊക്കെ ഉണ്ടാവാം. ഗാന്ധി തന്നെ പറയുന്നുണ്ട്, ഗാന്ധിയുടെ സനാതന ധർമ്മത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇവിടെ സാധാരണ രീതിയിൽ വളരെ സൂപ്പർഫിഷ്യലായിട്ട് മറ്റേ ഹിന്ദുത്വയോട് ചേർന്ന് വായിക്കുന്ന പല ദളിത് വായനകൾ അടക്കമുണ്ട്. പക്ഷെ ഗാന്ധി കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഖുറാൻ പലതവണ വായിച്ചിട്ടുണ്ട്. ആ ഖുറാനിലെ മാനവികതയോട് അദ്ദേഹം സാധ്യം പ്രാപിക്കാനൊക്കെ ശ്രമിക്കുന്നതിൻ്റെ ഒരു തൻ്റെ മതപരമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്രിസ്തു മതത്തെയും ഹിന്ദു മതത്തെയും പാഴ്സികളെയും സിഖ് മതത്തെയും എല്ലാവരെയും തന്നെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ദാർശനികമായ അവബോധം അതൊരു ചെറിയ കാര്യമല്ല. അതൊക്കെ ഗാന്ധി നേടുന്നത് ഇത്തരത്തിലുള്ള അപ്പം അതുകൊണ്ട് ഗാന്ധിയുടെ സനാതന ധർമ്മം എന്ന് പറയുമ്പോൾ ഗാന്ധിയെ സവിശേഷമായി തന്നെ കാണുന്നു. ഗാന്ധിയുടെ രാമൻ, ഞാൻ നേരത്തെ ഗാന്ധിയുടെ കാര്യം പറഞ്ഞല്ലോ, ഗാന്ധിയുടെ രാമൻ രൂപപ്പെട്ടത് നമ്മൾ ഇന്ന് പറയുന്ന ഇങ്ങനെ ഇപ്പോൾ നടത്തിയ പ്രാണപ്രതിഷ്ഠ നടത്തിയ രാമൻ, അതൊക്കെ വളരെ രസകരമായ കാര്യങ്ങളാണ്. അതിൻ്റെ പിന്നിലേക്കൊക്കെ പോകുമ്പോൾ അതുവരെ അയോധ്യയിലുണ്ടായ യഥാർത്ഥ സ്വയംഭൂവായ രാമവിഗ്രഹം ഇന്ന് എവിടെ പോയി എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാലം. പക്ഷെ ഗാന്ധിയുടെ രാമൻ തൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട തൻ്റെ ഒരു സാഹിതീയമായ അല്ലെങ്കിൽ ഭാവനാത്മകമായ ലോകത്ത് ഒരു ആദർശ പുരുഷനായി രൂപപ്പെട്ട രാമനാണെന്ന് ഗാന്ധി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. സുമാർ അഴീക്കോടിൻ്റെ വാൽമീകിയുടെ രാമനും അതുപോലെ തന്നെ ഗാന്ധിയുടെ രാമനും ഒക്കെ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ വെളിച്ചമുണ്ടാവേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഗാന്ധി ജീവിതത്തിൽ ആകമാനം ഗാന്ധിക്ക് പല പ്രതിസന്ധികൾ വരുമ്പോൾ ഗാന്ധി രാമനാമം ജപിക്കാനാണ് നമ്മുടെ റായ്ചന്ദ് എന്നാണ് പറയുന്നത്. അതിനുശേഷം ഗാന്ധി പലപ്പോഴും പ്രതിസന്ധികളിൽ രാമനാമം ജപിക്കുകയാണ്. ഗാന്ധിക്ക് അത് എന്താ പറയുക, തൻ്റെ പ്രതിസന്ധികൾ അതിജീവിക്കാനുള്ള ഒരു വലിയ കരുത്ത് നൽകുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്ന് കാര്യങ്ങളെ കാണുന്ന ആളുകൾക്ക്, അതിനെ വിശ്വാസത്തെ വിമർശിക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയാത്തൊരു കാര്യമാണ്. വിശ്വാസം എന്ന് പറയുന്നത് അപൂർണനായ മനുഷ്യന് നൽകുന്ന ഒരു ഊർജം എന്ന് പറയുന്നത് അത് വലിയ ഊർജമാണെന്നും ആ വിശ്വാസം യഥാർത്ഥ ദാർശനികമായ എന്താ പറയുക ആത്മീയ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ജീവിക്കാനുള്ള ഒരു പരിശ്രമം ഗാന്ധി നടത്തുമ്പോൾ അത് അത്തരത്തിലുള്ള മനുഷ്യന് നൽകുന്ന ഊർജം എന്ന് പറയുന്നത് വളരെ വലിയ ഊർജമാണെന്നും അത് ജീവിതത്തിൽ മറ്റെന്തിനും പകരം വെക്കാവുന്ന ഒരു പ്രതിസന്ധി അതിജീവിക്കാനുള്ള വലിയൊരു എനർജിയാണെന്നുള്ളൊരു വസ്തുത പലപ്പോഴും നമ്മൾ ഈ വിശ്വാസികളെ വിമർശിക്കുന്ന ആളുകൾ കാണാതെ പോകുന്നുണ്ട്. അത് ഗാന്ധിയുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് വിശ്വാസം. ഗാന്ധി ഒരു അന്ധവിശ്വാസിയായിട്ട് വളർന്നു എന്നൊന്നും പറയാനില്ല. ഇന്ന് വായിക്കുമ്പോൾ പല കാര്യങ്ങൾ അന്ധവിശ്വാസമായിട്ടൊക്കെ നമുക്ക് പറയാമെങ്കിലും പക്ഷെ ഗാന്ധിക്ക് അക്കാലത്ത് എങ്ങനെയാണ് ഗാന്ധി ഇതിനൊക്കെ തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ അതിജീവിക്കാനായിട്ട് വിശ്വാസത്തെ ഒരു മൂലധനമാക്കിയെടുത്തത്, അത് വളരെ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അത് ആ തരത്തിൽ ഗാന്ധി അതിൻ്റെ ബലവും ദൗർബല്യവും ഒക്കെ തന്നെ ഇതിൽ തുറന്നെഴുതുന്നുണ്ട്. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഈ തുറന്നെഴുത്താണ്. താൻ ഒരു അപ്രമാദിയാണെന്നുള്ള രീതിയിലോ ഒരു നേതാവാണെന്നുള്ള രീതിയിലോ ഗാന്ധി ഒരിക്കലും ഇതിനെ സമീപിക്കുന്നില്ല. അത് ഗാന്ധിയുടെ മതപരമായ കാര്യങ്ങളിൽ മാത്രമല്ല, ഗാന്ധി വക്കീലാവണോടത്തുണ്ട്. ഗാന്ധിക്ക് ഈ വക്കീൽ ജോലി, ഗാന്ധിയെ പോലെ ഒരാൾക്ക് എങ്ങനെയാണ് ഈ വക്കീൽ ജോലി കൊണ്ടുനടക്കാൻ പറ്റുക എന്നുള്ള വലിയ പ്രതിസന്ധിയാണ്. ഒന്നാമത് ഗാന്ധിക്ക് ഉണ്ടായ ഈ വക്കീൽ ജോലിയിലുള്ള എന്താ പറയുക നിയമപരമായ പാണ്ഡിത്യം ഉണ്ടെങ്കിലും അത് വാദിച്ച് എണീറ്റ് നിന്ന് പ്രസംഗിച്ച് സമർത്ഥിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് സംഭവിച്ച ഒരുപാട് പ്രശ്നങ്ങൾ അറിയാലോ. അദ്ദേഹം കോടതി മുറിയിൽ കുഴഞ്ഞു വീഴുന്നതും അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയിൽ ചെന്നിട്ടടക്കം ചില എന്താ പറയുക കേസുകൾ ഏറ്റെടുത്തിട്ട് അവരുമായിട്ട് ചണ്ടയുണ്ടാവുന്നതും ഒക്കെ തന്നെ. അങ്ങനെ ഗാന്ധി എപ്പോഴും തൻ്റെതായ ഒരു എന്താ പറയുക ആ ധാർമ്മിക നിഷ്ഠയ്ക്കപ്പുറത്ത് ഒരു കാര്യം ചെയ്യാനായിട്ട് ഗാന്ധി ഇല്ല. വക്കീൽ ജീവിതത്തിലുണ്ട്, അതുപോലെ തന്നെയാണ് അധ്യാപക ജീവിതത്തിൽ ഗാന്ധിയോട് ഗാന്ധിയുടെ മക്കളൊക്കെ മറ്റു പിള്ളേരുടെ കൂടെ കൂട്ടുകൂടിയ നശിക്കുമെന്ന് പറയുന്ന സന്ദർഭത്തിൽ, കല്ലൻബാക്ക് പറയുന്ന സന്ദർഭത്തിൽ ഗാന്ധി വളരെ വലിയ ഞാൻ ഇവരുടെയൊക്കെ അച്ഛനാണ്, എനിക്ക് എൻ്റെ മകനെ എങ്ങനെയാണ് മാറ്റി നിർത്താൻ കഴിയുക, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗാന്ധിക്ക് അവിടെ യാതൊരു മറ്റു മക്കള് എന്ന് പറഞ്ഞിട്ട് തൻ്റെ മക്കളെ രക്ഷിക്കുക അങ്ങനെയല്ല ഗാന്ധി ചെയ്യുന്നത്. ഗാന്ധി അതിൽ 24 മണിക്കൂർ വരെ ഗാന്ധി ആ ടോൾസ്റ്റോയ് ഫാമിലെ ഇതിൽ ഇടപെടുന്നത് താൻ 100% അവിടെയുള്ള എല്ലാ കുട്ടികളുടെയും അച്ഛൻ എന്നുള്ള രീതിയിലാണ്. ആ കുട്ടികളൊക്കെ തന്നെ തൻ്റെ മക്കളാണ്, അവരുടെ എല്ലാ ഉയർച്ച താഴ്ചകൾക്കൊക്കെ താൻ ഉത്തരവാദി എന്നുള്ള രീതിയിലാണ് ഗാന്ധി ഇടപെടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനെ നമ്മൾ എത്രമാത്രം അദ്ദേഹത്തിൻ്റെ ദൗർബല്യങ്ങൾ ഉയർത്തി കാണിച്ചാലും അതിൻ്റെ ഒരു 1000 മടങ്ങ് വളരെ ഉയരത്തിലാണ് ഗാന്ധിയുടെ ധാർമ്മികത നിലകൊള്ളുന്നത്, ഗാന്ധിയുടെ പൊതുസേവന തൽപരത നിലകൊള്ളുന്നത്. ഗാന്ധി ഒരു ഘട്ടത്തിൽ കസ്തൂർബയായിട്ട് വഴക്കടിക്കുന്ന ഒരു കാര്യം തന്നെ, ഒരു ദളിതനായ കുട്ടിയെ
കുസൃതി കാണിച്ചിട്ടോ അതുപോലെ തന്നെ രോഗം വന്നിട്ടോ ഒക്കെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ അതുപോലെ തന്നെ ശുദ്ധീകരിക്കുന്നതിൽ ഒക്കെ തമ്മിലുള്ള സംഘർഷത്തിന്റെ പേരിലാണ് കസ്തൂർബ അടക്കം അടിച്ചു നിൽക്കുന്ന സമയത്ത് ഗാന്ധി എന്താ പറയുക മാലിന്യമൊക്കെ നീക്കം ചെയ്യാനും ശുചീകരിക്കാനൊക്കെ വേണ്ടി ഗാന്ധി എടുക്കുന്ന ഒരു മുൻകൈയുണ്ട്. ഇതപ്പോൾ മാത്രമല്ല, ഗാന്ധി പല സന്ദർഭത്തിലും ചെയ്തതിൻ്റെതുണ്ട്. ഒരിക്കൽ സേവാഗ്രാമിലടക്കം ഒരു പെൺകുട്ടി, ഒരു ഗാന്ധി ശിഷ്യന്റെ മകൾ അവിടെ സേവനത്തിന് വന്ന സമയത്ത് ആ കുട്ടി വൃദ്ധന്മാരുടെ മലം ശേഖരിക്കുന്നില്ല, ആ കുട്ടി വളരെ അറപ്പ് കാണിച്ചു. അത് ഗാന്ധിക്ക് ബോധ്യപ്പെട്ടു. ഗാന്ധി എന്ത് ചെയ്തു? ആ കുട്ടി അപ്പം തന്നെ അതിൽ നിന്ന് ആ കുട്ടിക്ക് വേണ്ട മറ്റു ജോലികൾ കൊടുത്ത് മാറി നിന്നിട്ട് ഗാന്ധി പിന്നീട് ചെയ്യുന്നത് ആ പണി ഒരു മാസക്കാലം ഗാന്ധി തന്നെ ഏറ്റെടുക്കണം. ആ വൃദ്ധനായ മനുഷ്യന്റെ, രോഗിയെ, അങ്ങേയറ്റം അവശതയിൽ കഴിയുന്ന ആ മനുഷ്യന്റെ എല്ലാ തരത്തിലുള്ള എന്താ പറയുക പരിചരണം ഗാന്ധി ഏറ്റെടുക്കുകയും ഇത് കണ്ടിട്ട് ആ കുട്ടി പിൽക്കാലത്ത് അതിൻ്റെ ആത്മകഥയിലൊക്കെ എഴുതിയിട്ടുണ്ട് അങ്ങേയറ്റം കരഞ്ഞുപോയ വസ്തുതകൾ. കാരണം ഗാന്ധി എപ്പോഴും താൻ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ താൻ തന്നെയായിരിക്കും അതിൻ്റെ ആദ്യത്തെ പ്രയോക്താവ് എന്നുള്ളതാണ് ഗാന്ധിയുടെ ഈ പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന മറ്റൊരു വലിയ ചിത്രം. ഒരിക്കലും ഗാന്ധിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഗാന്ധി എവിടെയും പ്രസംഗിച്ചിട്ടില്ല. ഗാന്ധി അത്രമാത്രം വാക്കും പ്രവൃത്തിയും തമ്മിൽ സമീകരിക്കുന്നതിനും അതിനോട് നീതി പുലർത്തുന്നതിനും ഗാന്ധി കാണിച്ച ആ ഒരു വലിയ എന്താ പറയുക ത്യാഗസന്നദ്ധത ലോക ചരിത്രത്തിൽ അത്രമാത്രം വേറെ എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വളരെ സംശയാസ്പദമായ കാര്യം. അതാണ് ഒരുപക്ഷെ ഗാന്ധിയെ ആ രീതിയിൽ വലിയ മനുഷ്യനാക്കുന്നത്. ഒരുപാട് ദൗർബല്യങ്ങളുള്ളപ്പോഴും ആശയപരമായിട്ടടക്കം ചില സന്നിഗ്ധത ഉള്ളപ്പോഴൊക്കെ തന്നെ ഗാന്ധി ഒരു തുറന്ന പുസ്തകമാക്കിക്കൊണ്ടാണ് ഗാന്ധി എപ്പോഴും എന്താ പറയുക തുറന്നു വെച്ചുകൊണ്ടാണ് ഗാന്ധി ജീവിക്കുന്നത്. ഞാൻ അതുപോലെ തന്നെ ഈ പുസ്തകം വായിച്ച് ആലോചിച്ച് നോക്കിയ ഒരു കാര്യം, ഇന്നിപ്പോൾ നമ്മുടെ എല്ലാവരും ഒരു സംഘടനാപരമായ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന കാലമാണ്. എല്ലാ സംഘടനകളും സ്വന്തം സംഘടനയ്ക്കകത്തുള്ള ഇൻഫൈറ്റും അതുപോലെ തന്നെ മൂല്യച്യുതി മറ്റു പലതായിട്ട്. പക്ഷെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തെ വസ്തുനിഷ്ഠമായിട്ട് പരിഹരിക്കുക എന്നുള്ളതിന് ഗാന്ധി വല്ല ഉത്തരം നൽകുന്നുണ്ടെന്ന് ഞാൻ അന്വേഷിച്ചു. വെറുതെ പുസ്തകം വായിച്ചു. ഈ പുസ്തകത്തിൽ മാത്രം, ഇതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. 1921 വരെയുള്ള ഏതാണ്ട് കാര്യം മാത്രമേ ഇതിൽ പറയുന്നുള്ളെങ്കിലും ബാക്കിയുള്ള കാൽനൂറ്റാണ്ട് കാലത്തെ കാര്യങ്ങൾ, വേറെ ഒരുപാട് കാര്യങ്ങൾ, ഗാന്ധിയിലുണ്ടായ പരിണാമങ്ങളൊക്കെ വേറെ വളരെ വലുതാണ്. ഗാന്ധിക്കുണ്ടായ ജൈവ പരിണതികൾ, ഗാന്ധിക്ക് ഒരു ആദർശപരമായ ഇതിലുണ്ടായിട്ടുള്ള ചില ജാതിയെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ, വർഗീയതയെക്കുറിച്ചൊക്കെ ഗാന്ധിക്ക് ഉണ്ടായാലും വലിയ മാറ്റമുണ്ട്. പക്ഷേ ഈ പുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, എപ്പോഴും ഗാന്ധി ആലോചിച്ചിരുന്ന ഒരു കാര്യം, ഒരു തുറന്ന ആശയവിനിമയത്തിനുള്ളൊരു സാഹചര്യം. നമ്മളിപ്പോൾ സംഘടനാ യോഗങ്ങളൊക്കെ ഇപ്പോൾ ചേരുമ്പോൾ അംഗത്വം മുതൽ ഫണ്ട് പിരിവ് വരെ 100 കാര്യങ്ങൾ നമുക്ക് പറയാണ്ടായി. അതിനകത്ത് സംഘടനാ ഭാരവാഹിത്വം, ചുമതലകൾ, അതുപോലെ തന്നെ അതിൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കളെ കുറിച്ച് ഒരുപാട് അജണ്ടകളുണ്ടായിരിക്കും. പക്ഷെ ഗാന്ധി ഇതിൽ ഒരു 1-2 സ്ഥലത്ത് ഗാന്ധി വളരെ പ്രത്യക്ഷമായിട്ട് പറഞ്ഞില്ലെങ്കിലും പറയുന്ന ഒരു കാര്യം എനിക്ക് വളരെ സ്വീകാര്യമായിട്ട് തോന്നുന്നു. അതായത് ഒരു തുറന്ന ആശയവിനിമയത്തിനുള്ളൊരു സന്ദർഭം എന്താ പറയുക യോഗത്തിലുണ്ടായിരിക്കണം, ഒരു സംഘടനാ യോഗത്തിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരിടത്ത് ഗാന്ധി പറയുന്നുണ്ട്, സ്വതന്ത്ര ചിന്തയും അതുപോലെ തന്നെ ഈ ആശയവിനിമയ ചാതുര്യം വളർത്താനുള്ള ഒരു ശേഷി, ഇതൊക്കെ പൊതുപ്രവർത്തകർക്ക് വേണ്ടതാണ്. അതൊക്കെ ഒരു സംഘടനാ തലത്തിൽ അത്തരത്തിലുള്ള ഒരു സംഘടനാ രീതി നമുക്ക് ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കോ മറ്റ് മതപരമായ സംഘടനകൾക്കോ ആർക്കും ഇല്ല. അതുകൊണ്ട് ഓരോ സംഘടനയും അതിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ അതിൽ നിന്ന് സ്വയം മാറിത്തീരാനുള്ള ഒരു എക്സസൈസ്, ഒരു അതിജീവനത്തിനുള്ള ഒരു ഗാന്ധിയൻ സംഘടനാ രീതികളിൽ ഇത്തരത്തിലുള്ള ഒരു പുതിയ സംഘടനാ രീതിക്ക് ഗാന്ധിയുടെ സംഭാവന എന്താണെന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നിയ ഈ 2-3 കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഏത് യോഗത്തിലും അത് ഒരു എന്താ പറയുക ഒരു സ്വതന്ത്രമായിട്ടുള്ള ആശയവിനിമയത്തിൻ്റെ ഒരു സന്ദർഭം ഉണ്ടായിത്തീരുക, അതുപോലെ തന്നെ സ്വതന്ത്രമായ ചിന്താശൈലിയെ പരിഗണിക്കുന്ന ഒരു രീതി ഉണ്ടാവുക, അതുപോലെ തന്നെ അംഗങ്ങളുടെ ആശയ പ്രകാശന ചാതുരിയെ വളർത്തുന്ന രീതി ഉണ്ടാവുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് തോന്നും. പിന്നെ എനിക്ക് തോന്നിയൊരു സംഗതി, ഈ പുസ്തകത്തിൻ്റെ ഒരു ഇതിൽ പറയാവുന്നത്, ഗാന്ധിയുടെ ഗീതാസാരത്തെക്കുറിച്ച് നമുക്ക്
ഗാന്ധിയുടെ ഗീതാവായന, ഗാന്ധി ഗീത വായിക്കുന്നത് ഇന്ത്യയിലൊന്നല്ല, ഗാന്ധി അവിടെ ചെന്നതിന് ശേഷമാണ് വായിക്കുന്നത്. ലണ്ടനിൽ ചെന്നതിന് ശേഷവും അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് ഗാന്ധി വായിക്കുന്ന ഗീത. എഡ്വേർഡ് ആർണോൾഡ് ഉണ്ടല്ലോ, ആർണോൾഡ് തർജ്ജമ ചെയ്ത എഡ്വിൻ ആർണോൾഡ് തർജ്ജമ ചെയ്ത ഗീതയാണ് ഗാന്ധി വായിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു ഇതല്ല. അതുകൊണ്ട് തന്നെ ഈ പൗരസ്ത്യ ദീപം, ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറയുന്ന പുസ്തകമൊക്കെ തർജ്ജമ ചെയ്ത അത്തരത്തിലുള്ള ഒരു ബൗദ്ധ ചിന്തയുള്ള ഒരു എന്താ പറയുക പണ്ഡിതൻ്റെ, ഗാന്ധിയേക്കാൾ ഒരു പക്ഷേ 10-30 വയസ്സ് പ്രായമുള്ള എഡ്വിൻ ആർണോൾഡുമായിട്ട് അദ്ദേഹം അവിടെ സന്ധിക്കുന്നൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ തർജ്ജമയാണ് ഗാന്ധി വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗാന്ധിയുടെ ഗീത ഒരുപക്ഷെ ഗോഡ്സെയും ഗീതയുടെ ആരാധകനായിരുന്നല്ലോ. ഗാന്ധിക്ക് ഗോഡ്സെക്ക് ഒരു തരത്തിലുള്ള വിദ്വേഷ യോഗമായിട്ട് ഗീത മാറുമ്പോൾ ഗാന്ധിക്ക് അത് അനാസക്തി യോഗമായി മാറുന്നതിൻ്റെ പിന്നിൽ ഈ ഗീതാവ്യാഖ്യാനത്തിൻ്റെ ഈ സവിശേഷമായ ഗീതാവ്യാഖ്യാനമായിട്ടാണ്. അങ്ങനെ എനിക്കൊരു സംഗതി തോന്നി. അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻസിൻ്റെ അന്ന് കാലത്തെ ഒരു കഷ്ടപ്പാട്, അത് ഈ ഗാന്ധി നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം. ഈ പുസ്തകം അങ്ങേയറ്റം എന്താ പറയുക, ഇവിടെ നമ്മുടെ നാട്ടിലുള്ള അയിത്ത ജാതിക്കാരെക്കാളും ഒക്കെ തന്നെ ബുദ്ധിമുട്ടുന്ന രീതിയിൽ, തെരുവിൽ കണ്ട കയറി അടിക്കുന്ന രീതിയിൽ, അതുപോലെ തന്നെ ഒരു കോടതിയിൽ കയറി വാദിക്കുമ്പോൾ ഒരിക്കലും ഇന്ത്യക്കാർക്ക് യാതൊരു പരിഗണനയും കിട്ടില്ല. ഒരു ഘട്ടത്തിൽ ഇന്ത്യക്കാരുടെ വോട്ട് തന്നെ ഇല്ലാതാക്കണം. അങ്ങനെയുള്ള ഗാന്ധി വീണ്ടും ദക്ഷിണാഫ്രിക്കയിൽ തിരിച്ചു പോരാൻ തീരുമാനിച്ച് ഗാന്ധി അവിടെ നിലകൊള്ളുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ പുസ്തകം ഇന്ന് നമുക്ക് വീണ്ടും വായിക്കുമ്പോൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ ചരിത്രപരമായ ഒരു വീക്ഷണത്തിൽ നമുക്ക് ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരെ കുറിച്ച് മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ ഗാന്ധിയിൽ രൂപപ്പെട്ട സർവമത സമന്വയം എന്ന ആശയത്തിൻ്റെ പരിണതികളെക്കുറിച്ച് മനസ്സിലാക്കാൻ, അതുപോലെ ഗാന്ധിയെ എന്നും നയിച്ച ഈ എന്താ പറയുക സ്നേഹത്തിൻ്റെയും അഹിംസയുടെയും സത്യനിഷ്ഠയുടെയും ഒക്കെ മൂല്യങ്ങൾ എങ്ങനെയാണ് അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയത്. ഇങ്ങനെ ഒരുപാട് തലത്തിൽ നമുക്ക് ഈ പുസ്തകത്തെ വായിക്കാൻ പറ്റും. അങ്ങനെ വായിച്ചെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പുസ്തകം നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വായിക്കാൻ കഴിയേണ്ടതുണ്ട്, നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർക്ക് വായിക്കാൻ കഴിയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഒരു പുതിയൊരു എത്തിക്സ്, ഒരു ജനാധിപത്യ സംസ്കാരത്തിൻ്റെ ആഴത്തിലേക്ക്, നമ്മളിന്ന് കാണുന്ന പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ എക്സസൈസുകൾക്ക് അപ്പുറമാണ് ഒരു ജനാധിപത്യ സംസ്കാരം എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും അവരിലേക്കുള്ള ഒരു കാഴ്ചയാണ്. അത് തീർച്ചയായിട്ടും ഫ്രീഡം ടു ഡിസെൻ്റ് ആണ്. ആ രീതിയിലേക്ക് ജനാധിപത്യത്തെ തൻ്റെ ജീവിതത്തിലെ പരീക്ഷണമാക്കി തീർത്ത ഒരു വലിയ മനുഷ്യനാണ് ഗാന്ധി. അതുകൊണ്ട് ഗാന്ധിയെ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ആത്മകഥയടക്കം വായിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. മലയാളത്തിൽ ഞാനിപ്പോൾ മേശേമരുത് കണ്ടപ്പോഴാണ് നമ്മുടെ അധ്യാപകനായിട്ടുള്ള സുധാകരനെ പോലെയുള്ള എൻ്റെ അധ്യാപകനാണ്, പക്ഷെ ഇതുപോലെയുള്ള വളരെ എന്താ പറയുക ഒട്ടും ഇതല്ലാത്ത ടൈറ്റിലിൽ ഗാന്ധിയുടെ ബ്രഹ്മചരിത്രമടക്കം ഗാന്ധിയെ നേരത്തെ പറഞ്ഞ പോലെ ഗാന്ധിയെ ആ രീതിയിലൊന്നും വെല്ലുവിളിക്കാനുള്ള യാതൊരു സാഹചര്യം ഇല്ലെന്ന് ഗാന്ധിയെ പോലുള്ള ഒരു തുറന്നെഴുത്തുകാരന് അദ്ദേഹത്തിൻ്റെ യൗവനകാലത്തെ ജീവിതത്തെ 37 വയസ്സിലാണല്ലോ അദ്ദേഹം ബ്രഹ്മചര്യക്കാർ. ആ കാലത്തെക്കുറിച്ച് അദ്ദേഹം വളരെ സത്യസന്ധമായി തുറന്നെഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് ഗാന്ധിയെ ഒരു എന്താ പറയുക സ്വർഗരതിക്കാരനായിട്ട് ചിത്രീകരിക്കുന്നതും ഒന്നും തന്നെ സാധൂകരിക്കാൻ കഴിയാത്തതാണ്. അങ്ങേയറ്റത്തെ ദുർവ്യാഖ്യാനവും രാഷ്ട്രീയമായ വിദ്വേഷം നിറഞ്ഞ ഒരു പ്രസ്താവനയായിട്ട് മാത്രമേ ഇതിന് കാണാൻ പറ്റുള്ളൂ. അവർ ഒരിക്കലും ഗാന്ധിയെ എന്താ പറയുക ഗാന്ധിയുടെ ഈ പുസ്തകത്തെ ആത്മകഥയെ ഏതാണ്ട് 50-55 വർഷക്കാലത്തെ ജീവിതമുള്ളൂ എങ്കിലും ആ ജീവിതം വായിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഗാന്ധിയുടെ ഒരു എന്താ പറയുക സുതാര്യത, ജീവിതത്തിൻ്റെ സുതാര്യത മനസ്സിലാവും. അതുകൊണ്ട് ഗാന്ധിയെക്കുറിച്ചുള്ള മറ്റു വിമർശനങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും തള്ളിക്കളയേണ്ടത് ഗാന്ധിയെക്കുറിച്ചുള്ള അംബേദ്കറിസ്റ്റുകളുടെ ചില നീക്കടക്കം, അംബേദ്കർ പോലും അങ്ങനെ ആഗ്രഹിക്കാത്ത കാര്യമാണ്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ ഒഴിവാക്കിയുള്ളപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കില്ല, നേരം വൈകി തോന്നുന്നു. പക്ഷെ ഗാന്ധി എത്രമാത്രം നിസ്വർഗത്തോട് അതുപോലെ തന്നെ അടിസ്ഥാന വിഭാഗം ജനങ്ങളോട് അത് എത്രമാത്രം ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം കൊണ്ട് അവിടുത്തെ ദളിതരോടുള്ള പെരുമാറ്റത്തിൽ ഗാന്ധി എത്രമാത്രം അത്തരത്തിലുള്ള എന്താ പറയുക സ്ഥിതിസമത്വപരമായ ഒരു എന്താ പറയുക ജീവിതം നയിക്കാൻ വേണ്ടി ഗാന്ധി ശ്രമിച്ചിരുന്നത് മനസ്സിലാവും. അതുകൊണ്ട് ഗാന്ധി ഒരു ദളിത് വിരുദ്ധനാണെന്നുള്ള അഭിപ്രായത്തെ ഒക്കെ തന്നെ
തള്ളിക്കളയാൻ നമുക്ക് ഈ പുസ്തകം ഒരു പാഠമാണെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു.